ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. പക്ഷിരാജാ നമസ്തേസ്തു കൃപാദൃഷ്ട്യാ വിലോകയാ ദേഹിനസ്തവ ദാസേഭ്യ ദയാശ്രദ്ധാതി സദ്ഗുണം. ശ്രീ വളർത്തി കൊടുങ്ങല്ലൂരിലെ അമ്മയായി വിളങ്ങിടും പാവനേ പരിശുദ്ധ മാനസ സംസ്ഥിതേ ജഗദീശ്വരി ദേവി നിന്റെ തിരുനാമങ്ങളൊന്നഴിഞ്ഞ് സർവഭക്തജനാർത്തികാരിണി സർവമംഗളദായിനി സർവപാപവിനാശിനി ഭുവനേശ്വരി പരമേശ്വരി സർവദുഃഖഭയാപ ഹാരിണി ശങ്കരി ത്രിപുരേശ്വരി. സർവവും തവ ശക്തി എന്നതു വിശ്വസിച്ചു തൊഴുന്നു ഞാൻ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശ്രീശാംഗ്രീ ഭക്തിം ഹരിദാസദാസ്യം പ്രപന്നമന്ത്രാർത്ഥ ദൃഢേകനിഷ്ഠാം ഗുരോ സ്മൃതിം നിർമ്മല ബോധബുദ്ധിം പ്രദേഹി മാതാ പരമം പദം ശ്രീ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചേച്ചിമാരൊക്കെ നാമം ജപിക്കായിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കണ്ണനോട് ഇഷ്ടമുള്ള ചേച്ചിമാരൊക്കെ ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ ഗുരുവായൂരപ്പ. പറയ് ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ. എപ്പോഴും കണ്ണൻ്റെ നാമം ജപിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടോ ഇവിടെ? കണ്ണനെ വിളിച്ചിട്ടും സങ്കടം മാത്രമാണ് എന്ന് സങ്കടപ്പെടുന്ന ചേച്ചിമാരുണ്ടോ? സങ്കടം വേണ്ടട്ടാ ചേച്ചിമാരെ. ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും സങ്കടമൊന്നും വേണ്ട. ഹരേ കൃഷ്ണ എന്ന് വിളിച്ചാൽ കണ്ണൻ കൂടെ ഉണ്ടാവും. കുറച്ച് കുഞ്ഞു കുറുമ്പും പരീക്ഷണങ്ങളും ഒക്കെ ഭഗവാൻ തരുമെങ്കിലും എല്ലാം ഒരു ദിവസം മാറും.
കണ്ണൻ്റെ അനുഗ്രഹം അങ്ങനെയാണ്. പ്രതീക്ഷിക്കാതെ ഇരിക്കുള്ളൂ കണ്ണൻ കൈ നിറയെ തരുന്നത്. വെണ്ണ പോലുള്ള സന്തോഷം. വെണ്ണ എങ്ങനെയാണ് നമ്മുടെ കൈ വെണ്ണയിലോട്ടിങ്ങനെ പതുക്കെ കൈ വെണ്ണയിലിട്ടാൽ എങ്ങനെ ഇരിക്കും? എന്ത് പെട്ടെന്ന് കൈ ഇതാവൂലേ? അപ്പം അതുപോലെ കണ്ണൻ്റെ സന്തോഷം, കണ്ണനോടുള്ള ഭക്തി എത്രയൊക്കെ ദുഃഖം തന്നാലും കണ്ണൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. മധുരാജി, ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ മധുരാജ്. അപ്പം കണ്ണനോടുള്ള ഭക്തി, കണ്ണൻ അതുമാത്രം മതി. എന്തൊക്കെ ദുഃഖം വന്നാലും എന്തൊക്കെ പരീക്ഷണം തന്നാലും എൻ്റെ കണ്ണാന്നും പറഞ്ഞു കെട്ടിപ്പിടിക്കണം. ഭഗവാനേ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലേ കണ്ണൻ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിത്തരും. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ദുഃഖം വന്നാലും കണ്ണൻ കൂടെ നിന്ന്, നിങ്ങളുടെ കൂടെ നിന്ന് കണ്ണൻ അനുഗ്രഹമായിട്ട്, ഏറ്റവും പ്രധാനം നമ്മുടെ വീഴ്ചകൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ കൂടെ അരികെ നിന്ന് നമ്മളെ തളർത്തില്ലട്ട കണ്ണൻ. ഹരേ കൃഷ്ണ മധുരാജ്, ഹരേ കൃഷ്ണ. സന്തോഷമുണ്ട്. കണ്ണൻ്റെ കൂട്ടുകാരും കണ്ണൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിമാരെയൊക്കെയാണ് നമുക്ക് വേണ്ടത്. കണ്ണൻ്റെ ചേച്ചിമാരൊക്കെ വരുന്നില്ലേ? ഗുരുവായൂർ ഏകാദശിക്ക് പോയ ചേച്ചിമാരൊക്കെ ഉള്ളേ? കണ്ണാ ഗുരുവായൂരപ്പ ഏകാദശി തൊഴാനായിട്ട് പോയ ചേച്ചിമാരൊക്കെ ഇല്ലേ? ചേട്ടന്മാരൊക്കെ ഇല്ലേ? ഗുരുവായൂരപ്പ ഹരേ. എൻ്റെ കണ്ണാ, എനിക്ക് കണ്ണാന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കണ്ണ് നിറയും. എനിക്ക് അത്ര ഇഷ്ടമാണ് എൻ്റെ കണ്ണനെ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ ഗുരുവായൂരപ്പ എന്നുള്ള നാമം മാത്രമാണ് എന്നിലുള്ളത്. എൻ്റെ അടുത്തേക്ക് വരുന്നവരെല്ലാവരും കണ്ണനോടടുത്ത ആളുകൾ മാത്രം എൻ്റെ അടുത്ത് വരാം. ഭഗവാനോടുള്ള ഭക്തി, നമ ശിവായ, അമ്മേ ദേവി, അങ്ങനെ ദൈവവിശ്വാസം, ദൈവം മാത്രം, അതാണ് എന്നിലേക്ക് വരുന്നവരെ ഞാൻ അങ്ങനെയുള്ളവരെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു കമൻസ് ഒന്നും എനിക്ക് വേണ്ട. ഹരേ ഗുരുവായൂരപ്പ, കണ്ണനോട് ഇഷ്ടമുള്ളവർ മാത്രം മതി. കണ്ണാ എന്ന് വിളിച്ച് ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഞാനിവിടെ വന്നിരിക്കുന്നതും എനിക്ക് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഗുരുവായൂരപ്പനും മഹാദേവിനും പാർവതീമാതയും അമ്മേ കൊടുങ്ങല്ലൂരമ്മ, ഈ അടുത്താണ് വീട് കൊടുങ്ങല്ലൂർ. അപ്പം അങ്ങനെയുള്ള ഭക്തിയാണ് എൻ്റെ ലക്ഷ്യം. ഹരേ ഗുരുവായൂരപ്പ.
ഞാൻ എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിക്ക് പോവാറുണ്ട് കേട്ടോ. ഗുരുവായൂർ ഏകാദശി തൊഴുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ദശമിക്ക് ഭഗവാന്റെ അടുത്ത് ഉണ്ടാവും. ദശമിക്ക് ഭഗവാന്റെ അടുത്ത് പോയി ഏകാദശി ദിവസം ഭഗവാന്റെ അവിടെ കൂടെ ദ്വാദശി പണവും കെട്ടി രാവിലെ പാരണയും വീടി അവിടെ അന്നദാനവും കഴിച്ച് ഭഗവാന്റെ അടുത്തുനിന്ന് പോരും. ഈ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം കണ്ണനെ കാണുന്നതിന് മുന്നേ തന്നെ കണ്ണൻ വരും. ഞാനിവിടെ ഉണ്ട് ഭഗവാനേ എന്ന് അറിയാതെ വിളിച്ചു പോകുന്ന രീതിയിൽ ഭഗവാൻ വരും എൻ്റെ അടുത്തേക്ക്. എന്തെങ്കിലും കുഞ്ഞനുഭവമായിട്ടായിരിക്കും അവള് കണ്ണൻ വരുന്നത്. കുഞ്ഞന് സുഖമായിട്ടിരിക്കുന്നു വിനോദ്. അപ്പോൾ കുഞ്ഞനുഭവമായിട്ട് ഭഗവാൻ എൻ്റെ അരികത്തേക്ക് വരും. സന്തോഷം മാത്രം. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഭഗവാൻ എനിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ തരാറുണ്ട്. എങ്കിൽ പോലും എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. പെൺകുഞ്ഞ് 1 വയസ്സ് 7 മാസം ഉള്ളപ്പോൾ എന്നെ വിട്ടു പോയി. എന്നിട്ടും കുറച്ച് നാളുകൾ ഞാൻ അടച്ച മുറിയിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷെ ആ ഇരുന്ന ഇരിപ്പിലും ഞാൻ വൈകുണ്ഠ ശ്ലോകം ഭഗവാന്റെ സഹസ്രനാമത്തിലെ ജഗൽപ്രഭും ദേവദേവ മനന്തം പുരുഷോത്തമം അത് മുങ്ങിനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഭഗവാനെ വിചാരിച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്ന്. അങ്ങനെ ഒരു മകള് പോയിട്ടും എന്നിൽ ഭഗവാന്റെ അനുഗ്രഹം എന്നെ ഉയർത്തിയെടുത്തു ഭഗവാൻ. അങ്ങനെ ഓരോ പ്രയാസങ്ങൾ ഒരേ ഇങ്ങനെ പുറകെ കണ്ണൻ തന്നാലും ഞാൻ കണ്ണനിലേക്ക് കൂടുതൽ അടുക്കും. അപ്പം നിങ്ങളോട് ഞാൻ പറയണത് അത് തന്നെയാണ്. നിങ്ങളും എന്തെല്ലാം പ്രയാസങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് തന്നാലും ഹരേ ഗുരുവായൂരപ്പ, ഓം നമ ശിവായ, അമ്മേ നാരായണ, ഹര ഹരോ ഹര ഹര. എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ ആ ദൈവത്തിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീരണ്ടേ. അതായിരിക്കും നമ്മൾ എരിയിച്ച് കളയുന്നതാണ്. കുറേ പ്രയാസങ്ങളൊക്കെ തന്ന് നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മളെ മാറ്റിയെടുക്കണേണ് ഭഗവാൻ. നമ്മളെ നല്ലൊരു മനുഷ്യരാക്കി തീർക്കും, നമ്മളെ നല്ല ചിന്തകൾ വരുത്തും. അപ്പോൾ എന്തെല്ലാം പ്രയാസം വന്നാലും ഭക്തി കൈവിടരുതാരും. ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. അത് ഏത് മതമാണെങ്കിലും വിശ്വസിക്കുന്ന മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എന്നാണ് ഞാൻ വിളിക്കുന്ന. എപ്പോഴും ഹരേ കൃഷ്ണ എൻ്റെ കണ്ണാ എന്നേ ഞാൻ വിളിക്കുള്ളൂ. എൻ്റെ കണ്ണാ എന്ന് വിളിക്കും. ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ചെറുപ്പമൊക്കെ അയ്യപ്പൻ്റെ അടുത്തായിരുന്നു. അന്നൊക്കെ അയ്യപ്പ സ്വാമിക്ക് പൂവില്ലേ, പൂ കൊണ്ടുപോയി കൊടുത്താൽ കൊണ്ടുപോയി കൊടുക്കുന്ന പാത്രത്തിൽ പായസം കിട്ടുമായിരുന്നു. ആ പായസത്തിന് വേണ്ടി ഭഗവാന്റെ അടുക്ക പൂവ് പറിക്കാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പൂവ് പറിക്കാൻ പോവും. പൂവുണ്ടെങ്കിൽ ഭഗവാന് കൊടുക്കും.
അവിടെ ഭജനകളൊക്കെ ഉണ്ടാവും, ഭജനകളിലൊക്കെ ചേരും. അതായിരുന്നു ചെറുപ്പം. പിന്നെ തിരിഞ്ഞ് മഹാദേവനിലേക്കാണ്. അയ്യപ്പനിൽ നിന്ന് മഹാദേവനിലേക്ക് പോയി. മഹാദേവനിൽ നിന്നാണ് ഞാൻ കൃഷ്ണനിലേക്ക് എത്തിയത്. പിന്നെ എൻ്റെ ജീവിതം ഇന്ന് വരെ എൻ്റെ കണ്ണനാണ്. കണ്ണൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാവും. എവിടെ സപ്താഹമുണ്ടോ അവിടെ ഞാൻ മുന്നിലുണ്ടാവും. എവിടെ യജ്ഞമുണ്ടോ അറിഞ്ഞാൽ ചെല്ലും. അറിഞ്ഞാൽ യജ്ഞം എവിടെ നടക്കുന്നോ അവിടെ ഞാൻ ചെല്ലും. ഭഗവാനേ, എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞ് വിളിച്ച് ഭഗവാന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ ആ നിമിഷം വരെ ഉണ്ടെങ്കിൽ പോലും ആ യജ്ഞവേദിയിലേക്ക് കടന്നിരുന്നാൽ ഞാൻ എല്ലാം എൻ്റെ ജീവിതത്തിൽ എല്ലാം ഞാൻ മറക്കും. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. അതാണ് ഞാൻ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിതം തന്നെ ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എന്ത് വിഷമം വന്നാൽ എന്താ കണ്ണാ, എന്താ എൻ്റെ ഗുരുവായൂരപ്പ, കണ്ണനോട് മാത്രമേ പരാതിയും പറയുള്ളൂ. കണ്ണൻ്റെ മുമ്പിൽ കണ്ണനെ എൻ്റെ കണ്ണീരും കാണാറുള്ളൂ. ചില സമയമപ്പോൾ കണ്ണനൊന്ന് പിണങ്ങിയൊക്കെ ചെയ്യാം. അത്രയും സ്വാതന്ത്ര്യമുണ്ട് ഗുരുവായൂരപ്പനിൽ നമുക്ക്. പ്രത്യേകിച്ച് ഗുരുവായൂർ ഉണ്ണിയാണ്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണനാണ്, ബാലഗോപാലനാണ്. ബാലഗോപാലനോട് നമുക്ക് എന്താ തോന്നണേ? എടുത്തു പുന്നാരിക്കാൻ തോന്നുന്ന ബാലഗോപാലൻ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും എല്ലാ മാസവും ഭഗവാനിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരോടും പറയാണ്, ഞാൻ എൻ്റെ ജീവിതം ഹരേ ഗുരുവായൂരപ്പ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ലൈവൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നോട് നല്ല ഒരു പെങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറണം. ഇങ്ങനെ ഓരോ സ്ട്രീംസിലൊക്കെ നമ്മൾ വരുമ്പോൾ അതൊന്നും തെറ്റായിട്ടൊന്നും എടുക്കരുത്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ സങ്കടമാണ്. അതൊക്കെ എല്ലാവരോടും പറയാണ്. ഹരേ ഗുരുവായൂരപ്പ മാത്രം പറഞ്ഞ് നല്ലൊരു കുടുംബം കൊണ്ടുപോകുകയാണ്. കണ്ണൻ്റെ ചേച്ചിമാരൊന്നുമില്ലേ ഇവിടെ? കണ്ണൻ്റെ ചേച്ചിമാരൊന്നുമില്ലേ ഇവിടെ? ഭാഗവത പ്രിയകളായ ചേച്ചിമാരൊന്നുമില്ലേ? അവരെയൊക്കെയാണ് എനിക്ക് ആവശ്യം. ഭാഗവത പ്രിയകളായ ചേച്ചിമാർ, ഭാഗവതം വായിക്കുന്ന ചേച്ചിമാർ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവഭക്തജനാർത്തിഹാരിണി സർവമംഗളദായിനി
സർവപാപവിനാശിനി ഭുവനേശ്വരി പരമേശ്വരി സർവദുഃഖഭയാപഹാരിണി ശങ്കരി ത്രിപുരേശ്വരി സർവവും തവ ശക്തിയെന്നതു വിശ്വസിച്ചു തൊഴുന്നു ഞാൻ. കൃഷ്ണനും മഹാദേവനും കൊടുങ്ങല്ലൂർ കാവിലെ ഒരമ്മയുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെന്ന് പറയണം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രം. അവിടെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന പാർവതി മാത. അവിടെ ചെല്ലുമ്പോൾ തന്നെ പാർവതീദേവിയുടെ നടക്ക ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അമ്മയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ അമ്മ നമ്മളെ നോക്കി ചിരിച്ചിരിക്കും. ആ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് അമ്പലത്തിൽ ചെന്നതിൻ്റെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വരെ തോന്നൂല. ഞാൻ അമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ അന്നപൂർണേശ്വരിയുടെ സൗന്ദര്യം കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. കുറേ നേരം പാർവതി ദേവീനെ ഇങ്ങനെ കണ്ണുകൾ തുറന്നിങ്ങനെ അമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നും. എന്നിട്ട് അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിച്ച് ഭഗവതി നടക്കാം. നമ്മൾ എല്ലാത്തിൻ്റെയും ജീവിതത്തിൽ നമ്മൾക്ക് ഒന്നും തന്നെ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നമ്മൾ പ്രയാസപ്പെടില്ല. കാരണം നമ്മുടെ കൂടെ ഭഗവാനുണ്ടോ ഭഗവതി ഉണ്ടോ എങ്കിൽ നമുക്ക് പേടിക്കണ്ട. അവർ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട എന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയൊക്കെ വിശ്വാസം അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ ലൈവിലേക്ക് വരുന്ന എല്ലാവരും ദൈവത്തിനോടടുക്കുന്നവർ, ദൈവവിശ്വാസികൾ, ദൈവത്തിനെക്കുറിച്ച് പറയുന്നവരെ മാത്രം എനിക്കിഷ്ടം. കാരണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ലൈഫ് അതാണ്. എനിക്ക് ദൈവം ആണ് എൻ്റെ എല്ലാം. ഹരേ ഗുരുവായൂരപ്പ എന്ന നാമം മാത്രം. ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്, അവിടെ ഒരു കണ്ണനുണ്ട്. ഒരുക്കിയൊക്കെ വെച്ചക്കനെയാണ്. എപ്പോഴും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരുക്കി വെക്കും. അതിന് ഞാൻ തന്നെ നോക്കി ആസ്വദിക്കും, ഞാൻ തന്നെ പുന്നാരിക്കും, ഇടക്കൊക്കെ എടുത്തുകൊണ്ട് നടക്കും. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ്. എൻ്റെ കണ്ണന. അങ്ങനെ ഒരുപാട് ചേച്ചിമാരൊക്കെ ഇല്ലേ? ചേച്ചിമാരെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള കണ്ണനായിട്ട് എടുത്ത് പുന്നാരിക്കാറുണ്ടാ? അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടാ. ഗുരുവായൂരപ്പനാ, അത് ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ കണ്ണനെ. കണ്ണന് ഏറ്റവും ഇഷ്ടമാണ്. കണ്ണനെ ഇങ്ങനെ പുന്നാരിപ്പിക്കണം. ഗുരുവായൂരപ്പൻ ബാലഗോപാലനാണേ. നമ്മുടെ കണ്ണൻ ഗുരുവായൂരപ്പൻ ബാലഗോപാലനാണ്. ബാലഗോപാലന് അതുകൊണ്ടല്ലേ മധുരമൊക്കെ കൊടുത്ത് പാൽപ്പായസവും വെണ്ണയും പഴവും പാലും പഞ്ചസാരയും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഗുരുവായൂരപ്പന് പുന്നാരിക്കണ എന്തിനാണ് നമ്മൾ ഇങ്ങനെ വെണ്ണയൊക്കെ കൊടുത്ത്? ബാലഗോപാലനാണ് ഗുരുവായൂരപ്പൻ. വെണ്ണയൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ കണ്ണന്. ഇനി ചെല്ലുമ്പോൾ വെണ്ണ കൊടുക്കാതെ പോരരുത് കേട്ടോ ഗുരുവായൂർ ചെല്ലുമ്പോൾ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. അപ്പം ഇനി ഇന്നത്തേക്ക് ഞാൻ പോവേണ്. നാളെ വരും. ചേച്ചിമാരൊക്കെ വരണം കേട്ടോ. ഭാഗവത പ്രിയകളായ ചേച്ചിമാർ, ഭാഗവതം വായിക്കുന്ന ചേച്ചിമാർ, ഭാഗവത വേദികളിൽ ഭാഗവത യജ്ഞം നടക്കുമ്പോൾ ഓടിയെത്തുന്ന ചേച്ചിമാർ, അങ്ങനെയുള്ള കുറേ ചേച്ചിമാരെയൊക്കെ എനിക്ക് അവരെയൊക്കെ പരിചയപ്പെടണം. എവിടെയൊക്കെ ഇരിക്കുന്ന ഭാഗവതം ഇഷ്ടപ്പെടുന്ന ഭാഗവത പ്രിയകളായ ചേച്ചിമാരെ, ചേട്ടന്മാരെ, ആചാര്യന്മാരെ,
ഒക്കെ എനിക്ക് പരിചയപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു വേദി, ഇത് എൻ്റെ ജീവിത ലക്ഷ്യം കൂടിയാണ് ഈ യൂട്യൂബ്. എങ്കിൽ കൂടിയും അങ്ങനെയുള്ള ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടണമെങ്കിൽ അതെനിക്കൊരു സന്തോഷമായിരിക്കുള്ളൂ. ജീവിതത്തിൽ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഭാഗവത സപ്താഹത്തിന്. ഇന്നലെ സ്വയംവരമായിരുന്നു, രുക്മിണി സ്വയംവരം. രുക്മിണി സ്വയംവരം കണ്ടു. ഭഗവാനെ, മനസ്സാകുന്ന രുക്മിണി ഭഗവാനിലേക്ക്, മനസ്സ് ഭഗവാന് കൊടുക്കുമ്പോൾ എല്ലാം സമർപ്പിച്ചായിരിക്കണം ഭഗവാനിലേക്ക് എത്തേണ്ടത്. ആ രുക്മിണി ഭഗവാനിലേക്ക് എത്തിയ ആ എന്താ പറയണ, അത്രയും സന്തോഷമുള്ള രുക്മിണി സ്വയംവരം എന്ന കല്യാണം ഇന്നലെ ഞാൻ കണ്ടു. കല്യാണ സദ്യ കഴിച്ചു. ഒരുപാട് സന്തോഷമായിരുന്നു. അതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഈ രുക്മിണി സ്വയംവരം നടന്ന, അതായത് ഈ ഭാഗവത സപ്താഹം നടന്ന വേദി, ആ വേദിയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഞാൻ സപ്താഹം നടക്കുമ്പോൾ പോയിട്ടുണ്ട്, യജ്ഞങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ അമ്പലങ്ങളെല്ലാം തന്നെ ഒരു വിധം എന്താ പറയുക, വലിയ വലിയ അമ്പലങ്ങൾ. ഇന്നലെ പോയ അമ്പലം ഒരു സരസ്വതി ക്ഷേത്രം, സൗകര്യങ്ങൾ കുറവ് എങ്കിൽ പോലും അവരത് നടത്തി. ആ സപ്താഹ യജ്ഞം അവർ നടത്തി. അത് കണ്ടപ്പോൾ എന്തൊരു ആ യജ്ഞത്തിൽ പങ്കെടുത്തതിനേക്കാളും സന്തോഷമാണ് അങ്ങനെ ഒരു യജ്ഞം അവിടെ സംഘടിപ്പിച്ച അവിടെയുള്ള ആളുകളോട് എനിക്ക് തോന്നിയത്. കുഞ്ഞിത്തൈ ഒരു സരസ്വതി ക്ഷേത്രം, അവിടെയാണ് ഞാൻ ഇന്നലെ ഭാഗവത സപ്താഹം രുക്മിണി സ്വയംവരത്തിന് പോയത്. ദൂരെയാണ് എങ്കിൽ പോലും രുക്മിണി സ്വയംവരം നടക്കുന്നെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കല്യാണം കാണാൻ പോവാതെ പറ്റും. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഭാഗവത സപ്താഹം നടക്കുന്ന വേദികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ സന്തോഷങ്ങളുണ്ട്. എല്ലാ സപ്താഹം നടക്കുന്ന വേദികളിൽ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഭഗവാന്റെ അവതാരം ദർശിക്കുമ്പോൾ, ഭഗവാന്റെ കല്യാണം ദർശിക്കുമ്പോൾ, അതുപോലെ തന്നെ കുചേലോപാഖ്യാനം അത് വായിക്കുമ്പോൾ നമുക്കുള്ള ദാരിദ്ര്യം കുചേലൻ്റെ ദാരിദ്ര്യം ഭഗവാൻ മാറ്റിക്കൊടുത്തു എന്നതാണ് പറയുന്നത്. എന്തൊക്കെ ദാരിദ്ര്യമുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് കുചേലോപാഖ്യാനം ഞാൻ കാണാറുള്ളത്. എന്നിലുള്ള എല്ലാ ദാരിദ്ര്യങ്ങളും, സമ്പത്താവട്ടെ, അറിവാവട്ടെ, ആരോഗ്യമാവട്ടെ, എന്ത് നമുക്കില്ലെങ്കിലും അതെല്ലാം നമ്മുടെ ദാരിദ്ര്യമാണ്. അപ്പം അങ്ങനെയുള്ള യജ്ഞവേദികളിലേക്ക് പോയി എനിക്ക് ഭഗവാനോട് പറയാനുള്ളത്, എന്നിലേക്ക് എത്തുന്നവരും ദൈവത്തോടടുക്കുന്നവർ എല്ലാവരും വരണേ ഭഗവാനെ. ഹരേ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എൻ്റെ കൃഷ്ണനോടാണ് എനിക്കിഷ്ടം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ എന്ന് മാത്രം ജപിച്ച് ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഭാഗവതം ആണ് എൻ്റെ ഉപദേശം. എനിക്ക് ഉപദേശം തരുന്നത് ഭാഗവതമാണ് കേട്ടോ.
അത് മെയിനായിട്ട് ഞാൻ ഉപദേശം കേൾക്കുന്നത് ശ്രീമദ് ദേവി ഭാഗവതം. ശ്രീമദ് ദേവി ഭാഗവതത്തിലെ അമ്മ, അത് ദേവി അമ്മയാണ്. അത് അമ്മ, പ്രകൃതി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മേ എനിക്കൊരു ഉപദേശം തരേ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ പലതും ഞാൻ എന്താണ് ചോദിക്കുന്നത് അതെനിക്ക് കിട്ടാറുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് അതൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. സന്തോഷത്തോടുകൂടി ഞാനത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താവശ്യപ്പെട്ടാലും അതെനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും, ഇപ്പോൾ ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും, നമ്മൾ വിശ്വാസത്തോടു കൂടി എന്തും പ്രാർത്ഥിച്ചിട്ട് തുറന്നു നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. എല്ലാം ഒന്നാണ്, എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിച്ചാണ് ഞാനും ജീവിക്കുന്നത്. മറ്റുള്ളത് ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിവില്ല. പക്ഷെ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് ഒന്നാണ്, എല്ലാം ഒന്നാണ്. എല്ലാവരും വേറെ വേറെ പേരൊക്കെ ഇട്ട് ഭഗവാന്മാരെ വിളിക്കുന്നു എന്ന് മാത്രം. പക്ഷെ എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഇതാണ് എൻ്റെ നാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എൻ്റെ കണ്ണ, എൻ്റെ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ഹരേ കൃഷ്ണ.